എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 103, 104 എന്നീ 2 ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. 103ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 104ാമത്തേതിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ബലരാമൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. എന്താ കൃഷ്ണ നീ പുറപ്പെടാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടുകൂടി യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. അത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത് എന്നുള്ളതാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. നമുക്ക് 103ാമത്തെ ശ്ലോകം നോക്കാം. ആര്യസ്സകോപസ്വയമേവ യോദ്ധും പ്രയാതി തച്ചോദയസൂതവാഹാൻ ഇതി ബ്രുവന്നാജിഭുവം പ്രപേദേ രഥേന സൂതപ്രഹിതേന ശൗരി. ഇവിടെ പദച്ഛേദം വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും പറയാം. ആര്യ സകോപ സ്വയം ഏവ യോദ്ധും പ്രയാതി തത് ചോദയ സൂത വാഹാൻ ഇതി ബ്രുവൻ ആജിഭുവം പ്രപേദേ രഥേന സൂതപ്രഹിതേന ശൗരി. ശൗരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്നത്. സൂത സകോപ ആര്യ. സൂത എന്നുള്ളത് തേരാളിയെ, രഥമോടിക്കുന്ന സാരഥിയെ വിളിക്കുന്നതാണ്. സൂത എന്നുള്ളത് സംബോധനയാണ്. ഹേ സൂത. സകോപ ആര്യ. ആര്യൻ എന്ന് പറഞ്ഞാൽ ഏട്ടൻ. ബലരാമൻ വെറുതെ അല്ല, സകോപ ദേഷ്യത്തോടു കൂടിയിട്ട്. അതായത് മഗധ രാജ്യത്തിലെ രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാരൊക്കെ ഇത്രയ്ക്കധികം ആക്രമിച്ചിട്ടും നമ്മൾ എന്താണ് തിരിച്ച് ശക്തിയായിട്ട് ആക്രമിക്കാത്തത് എന്നുള്ളതിൻ്റെ ദേഷ്യം. അങ്ങനെ ശുണ്ഠിയെടുത്തിട്ട് ബലരാമൻ യുദ്ധഭൂമിയിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശ്രീകൃഷ്ണൻ പറയാണ്, സൂതനോട് പറയാണ്, ഏട്ടൻ നല്ലവണ്ണം ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സ്വയമേവ. സ്വയമേവ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും വരുന്നുണ്ടോ നോക്കിയിട്ടില്ല, ആരുടെയും പ്രേരണയൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് പോയിരിക്കുകയാണ്. സ്വയമേവ യോദ്ധും പ്രയാതി. യുദ്ധം ചെയ്യാനായിട്ട് യുദ്ധഭൂമിയിലേക്ക് ഇതാ പോകുന്നു, പ്രയാതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തത് ഇത്യനേന തസ്മാത്, അതുകൊണ്ട് വാഹാൻ ചോദയ. വാഹാൻ, വാഹ എന്ന് പറഞ്ഞാൽ വഹിച്ചുകൊണ്ട് പോകുന്നവർ, കുതിര എന്നർത്ഥം. വാഹാൻ എന്ന് പറഞ്ഞാൽ ദ്വിതീയ ബഹുവചനം കുതിരകളെ. ചോദയ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പോവേണ്ടത്, ഏത് യുദ്ധരംഗത്തേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് പോവേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടേക്ക് തെളിക്കൂ, രഥത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകൂ, കുതിരകളെ തെളിക്കൂ എന്നർത്ഥം. അതാണ് ചോദയ ഇതി ബ്രുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ശൗരി ശ്രീകൃഷ്ണൻ സൂതപ്രഹിതേന രഥേന. സൂതനാൽ പ്രേരിപ്പിക്കപ്പെട്ട, സൂതൻ തെളിക്കുന്നത് കൊണ്ട് കുതിരകൾ വളരെ വേഗത്തിൽ വലിച്ചോടുന്നതായിട്ടുള്ള ആ രഥത്തിൽ കയറിയിരുന്നിട്ട്, ആ രഥത്തോടു കൂടിയിട്ട് ആജിഭുവം പ്രപേദേ. ആജി യുദ്ധം. ആജിഭുവം യുദ്ധമുഖത്തേക്ക്, അല്ലെങ്കിൽ എവിടെയാണോ യുദ്ധം നടക്കുന്നത്, മഗധത്തിലെ ജനങ്ങളും പ്രജകളും അല്ലെങ്കിൽ ഭടന്മാരും യാദവന്മാരും തമ്മിലുള്ള യുദ്ധം ചെയ്യുന്ന പ്രദേശത്തിലേക്ക് ശ്രീകൃഷ്ണൻ വളരെ വേഗം രഥത്തിൽ കയറിയിട്ട് പോയി എന്നർത്ഥം. അപ്പോൾ ഏട്ടൻ ദേഷ്യപ്പെട്ടു പോയതോടു കൂടിയിട്ട് അനിയനും പേടിയായി. ഇനി ഏട്ടൻ എന്തൊക്കെയാണാവോ അവിടെ പോയിട്ട് ഉണ്ടാക്കുക, ഏതൊക്കെ തരത്തിലാവും യുദ്ധം ചെയ്യാൻ പോണത് എന്നുള്ളതൊക്കെ പേടിച്ചിട്ട്, അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് പേടിച്ചിട്ട് അപ്പോൾ തന്നെ തേരാളിയോട് പറയാണ്, വേഗം രഥം കൊണ്ടുപോയിക്കോളൂ, യുദ്ധമുഖത്തേക്ക് ഏട്ടൻ പോയി കഴിഞ്ഞു. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ആരുടെയും പ്രേരണയില്ല. ജനങ്ങളുടെ ദുഃഖം, യാദവന്മാരുടെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞു, വേഗം നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനും യുദ്ധമുഖത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് 104ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ക്വസീരപാണി ക്വജ നന്ദസൂനുരിതി ബ്രുവന്ത സ്ഫുരദുഗ്രശസ്ത്രാ മഹൗജസസ്തേ മഗധേശപക്ഷ മഹീഭൃതഃ സത്വരമഭ്യഗച്ഛൻ. ആദ്യം പദച്ഛേദം പറയാം. ക്വ സീരപാണി ക്വച നന്ദസൂനു ഇതി ബ്രുവന്ത സ്ഫുരദുഗ്രശസ്ത്രാഃ മഹൗജസ തേ മഗധേശപക്ഷാഃ മഹീഭൃതഃ സത്വരം അഭ്യഗച്ഛൻ.
ശ്രീകൃഷ്ണനും ബലരാമനും മഗധ രാജ്യക്കാരുടെ മുമ്പിൽ, അതായത് യാദവന്മാരുടെ നേതാക്കന്മാരായിട്ട് യുദ്ധഭൂമിയിൽ എത്തേണ്ട താമസം അവരെന്താണ്, മഗധയിലെ ഭടന്മാരും രാജാക്കന്മാരും ഒക്കെ എന്താണ് ചെയ്തത് എന്നാണ് കവി ഇവിടെ പറയണത്. നമുക്ക് അന്വയത്തിലേക്ക് പോവാം. ക്വ സീരപാണി, ഈ മഗധയിലെ ഭടന്മാർ ചോദിക്കുകയാണ്, രാജാക്കന്മാർ ചോദിക്കുകയാണ്, ക്വ എവിടെ പോയി സീരപാണി. സീരപാണി എന്ന് പറഞ്ഞാൽ സീരം കലപ്പയാണ്. കലപ്പ ആയുധമായിട്ടുള്ളവൻ, അതായത് ബലരാമൻ. ഈ ബലരാമൻ എവിടെ പോയി കിടക്കുകയാണ്. അതുപോലെ തന്നെ ക്വച നന്ദസൂനു, എവിടെയാണ് നന്ദസൂനു, നന്ദൻ്റെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എവിടെ പോയിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ അവരെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഭടന്മാർ. ഇതി, ഇങ്ങനെയൊക്കെ ബ്രുവന്ത, പറയുന്നവരായിട്ടുള്ള, പരസ്പരം ചോദിക്കുകയാണ്. ഇനി ആരോടാ യുദ്ധം ചെയ്യേണ്ടത്, ബലരാമനോടും ശ്രീകൃഷ്ണനോടും. അപ്പോൾ അവരെവിടെയാണ് എന്നിങ്ങനെ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നവരായ ഈ മഗധദേശത്തെ രാജാക്കന്മാർ, അവരെ വിശേഷിപ്പിക്കുന്നത് 3 പദങ്ങളെ കൊണ്ടാണ്. സ്ഫുരദുഗ്രശസ്ത്രാഹ മഹൗജസ മഗധേശപക്ഷാഹ മഹീഭൃത. മഹീഭൃത എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ. ഏത് പക്ഷക്കാരാണ്, അവരുടെ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ വിശേഷണങ്ങളെ കൊണ്ട് പറയാണ്. സ്ഫുരദ് ഉഗ്രശസ്ത്രാഹ, സ്ഫുരദ് എന്ന് പറഞ്ഞാൽ ഒളിമിന്നുന്ന, തെളിഞ്ഞ് പ്രകാശിക്കുന്നതായ, ഉഗ്രമായ, നല്ല മൂർച്ചയുള്ള, പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും മരണം സംഭവിക്കുന്നതായ ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ, അങ്ങനെ നല്ല തീർച്ചയും മൂർച്ചയുമുള്ളതായ ആയുധങ്ങൾ കയ്യിലേന്തിയിട്ടുള്ളവർ. അത് വാളാവാം, അല്ലെങ്കിൽ കുന്തമാവാം, അസ്ത്രമാവാം, വില്ലാവാം, എന്തായാലും വേണ്ടില്ല, എല്ലാം സുസജ്ജമായിട്ടുള്ള ആയുധങ്ങൾ അതൊക്കെ കൈപ്പിടിക്കുന്നവരായിട്ടുള്ളവരും. അതുപോലെ മഹൗജസ, മഹൗജസ എന്ന് പറഞ്ഞാൽ നല്ല ഓജസ്സോടു കൂടിയവർ, നല്ല വീരശൂര പരാക്രമികളായിട്ട് ശത്രുപക്ഷത്തെ അടിച്ചൊതുക്കാൻ, യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ നല്ല കഴിവുറ്റവരായിട്ടുള്ള ഭടന്മാർ, അതാണ് മഹൗജസ. ഇനി അടുത്തത് മഗധേശപക്ഷാഹ. മഗധേശ എന്ന് പറഞ്ഞാൽ ജരാസന്ധനാണ്, മഗധയുടെ ഈശൻ, മഗധേശൻ. മഗധേശൻ്റെ പക്ഷക്കാർ, അതായത് ജരാസന്ധൻ്റെ പ്രജകൾ, അല്ലെങ്കിൽ പ്രജകളെന്ന് മാത്രമല്ല ഭടന്മാർ, അല്ലെങ്കിൽ അവിടുത്തെ സാമന്ത രാജാക്കന്മാർ, അവരെല്ലാവരും തന്നെ മഗധേശപക്ഷ. മഹീഭൃത, മഹീഭൃത എന്ന് പറഞ്ഞാൽ മഹീഭൃത്ത് എന്നുള്ളത് രാജാവ് ഏകവചനം, മഹീഭൃത രാജാക്കന്മാർ ബഹുവചനം. അവരെന്താ ചെയ്തത്, സത്വരം അഭ്യഗച്ഛൻ, വളരെ വേഗം ഓടി വന്നു യുദ്ധത്തിനായിട്ട് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അടുത്തേക്ക് വന്നു. അപ്പോൾ എന്താണ് ഈ ഭടന്മാർ അല്ലെങ്കിൽ ഈ രാജാക്കന്മാർ അന്വേഷിച്ചു കൊണ്ടിരുന്നത്, യാദവ സൈന്യങ്ങൾ മുഴുവനും ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, മഗധയിലെ രാജാക്കന്മാരെയും മഗധയിലെ ഭടന്മാരെയൊക്കെ ആക്രമിക്കാനായിട്ട് കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായി അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഈ യാദവന്മാരുടെ സൈന്യത്തിൻ്റെ നേതാക്കന്മാരെ ഇതുവരെയും ശരിക്ക് കണ്ടില്ല, ആക്രമിക്കാനായിട്ട് അവരാരും അടുത്തേക്ക് വന്നില്ല എന്നുള്ളത് കൊണ്ട് അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ബലരാമൻ ആദ്യം ദേഷ്യപ്പെട്ടുകൊണ്ട് സൈന്യത്തിൻ്റെ അധിപതിത്വം അഥവാ സർവ്വസൈന്യാധിപത്യം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലണത്. ഒപ്പം തന്നെ ഏട്ടൻ്റെ ആ യുദ്ധം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏട്ടനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, ബലരാമന് ദേഷ്യം വന്നാൽ പിന്നെ നിയന്ത്രണങ്ങളൊന്നുമില്ല, നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ തന്നെ അവിടെ ചെല്ലണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ബലരാമനെ നിയന്ത്രിക്കുകയും യുദ്ധം വേണ്ടതുപോലെ കൊണ്ടു നടക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണനും ഓടി അവിടെ എത്തി. ഇവരെ രണ്ടുപേരെയും കണ്ടതോടുകൂടിയിട്ട് മഗധയിലെ സൈന്യം മുഴുവനും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എവിടെയാണ് ബലരാമൻ, എവിടെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ആക്രമിക്കാനായിട്ട് ഓടി വന്നു. അതാണ് സത്വരം അഭ്യഗച്ഛൻ എന്ന് പറഞ്ഞത്. അഭ്യഗച്ഛൻ എന്ന് പറഞ്ഞാൽ ആഭിമുഖ്യേന അഗച്ഛൻ വന്നു. ഈ രണ്ടുപേരുടെയും നേർക്ക് മഗധയിലെ സൈന്യങ്ങൾ മുഴുവനും ഓടി ഇങ്ങോട്ട് വന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഇനി അവരാൽ ചുറ്റപ്പെട്ട ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥയൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആര്യസ്സകോപ സ്വയമേവ യോദ്ധും പ്രയാതി തച്ചോദയസൂതവാഹാൻ ഇതി ബ്രുവന്നാജിഭുവം പ്രപേദേ രഥേന സൂതപ്രഹിതേന ശൗരി ക്വസീരപാണി ക്വച നന്ദസൂനുരിതി ബ്രുവന്ത സ്ഫുരദുഗ്രശസ്ത്രാഃ മഹൗജസസ്തേ മഗധേശപക്ഷാഃ മഹീഭൃതഃ സത്വരമഭ്യഗച്ഛൻ.
ഇനി ശ്രീകൃഷ്ണനും ബലരാമനും കൂടിച്ചേർന്നുകൊണ്ട് മഗധരാജ്യത്തിലെ രാജാക്കന്മാരെയും ഭടന്മാരെയും ഒക്കെ എങ്ങനെയാണ് തുരത്തണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കും. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.